പാലക്കാട് എരമയൂർ SBI ബ്രാഞ്ചിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവിന്റെ പരാക്രമം. ബാങ്കിലെ കമ്പ്യൂട്ടറും ചില്ലുകളും അടിച്ചു തകർത്തു. യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, ഇയാൾ ലഹരിയുടെ പുറത്താണോ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ്, ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന എരുമയൂരിലെ SBI ശാഖയിൽ വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. 11:30 മണിയോടുകൂടി ഈ ബാങ്കിൽ അക്കൗണ്ടുള്ള ഒരു യുവാവ് പണമിടപാടിനായി എത്തുന്നു. പണം പിൻവലിക്കാൻ വേണ്ടി എത്തിയതാണ്. 14,000 രൂപ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ബാങ്കിലെ ജീവനക്കാരെ സമീപിക്കുന്നത്. പക്ഷേ ഇയാളുടെ അക്കൗണ്ടിൽ ഇത്തരത്തിൽ തുക ഉണ്ടായിരുന്നില്ല. വളരെ കുറവ് തുക മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ കാര്യം കൃത്യമായി തന്നെ ബാങ്ക് ജീവനക്കാർ ഈ യുവാവിനെ അറിയിച്ചതോടുകൂടി ഈ യുവാവ് പെട്ടെന്ന് തന്നെ പ്രകോപിതനായി ഈ ബാങ്കിലെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ചില്ലുകളും അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറുകളെല്ലാം അടിച്ച് തകർക്കുകയായിരുന്നു. ബാങ്ക് ഇടപാടുകൾ നടക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. യുവാവ് പെട്ടെന്ന് ഈ അക്കൗണ്ടിൽ പണമില്ല എന്ന് അറിഞ്ഞതോടുകൂടി കൈകൊണ്ട് തന്നെ ഈ ചില്ലുകളും കമ്പ്യൂട്ടറുകളും ഇടിച്ച് തകർക്കുകയായിരുന്നു എന്നാണ് ഇവിടെയുള്ള ജീവനക്കാരിൽ നിന്നും നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. ഏതായാലും ഇവിടെയുള്ള ജീവനക്കാർ നൽകിയ വിവരപ്രകാരം ഉടൻ തന്നെ ആലത്തൂർ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യുവാവിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് ലഭ്യമാവുന്ന വിവരം. ആലത്തൂർ എരുമയൂർ സ്വദേശി തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നാണ് നിലവിൽ പ്രാഥമികമായി പോലീസും കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ ഇനി ഈ SBIയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ ബാങ്കിലേക്ക് എത്തി പരിശോധന നടത്തിയതിനു ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാവുമെന്നാണ് ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം പാലക്കാട് എരുമയൂരിലെ SBI ശാഖയിൽ ഉണ്ടാവുന്നത്. 11:30 മണിയോടുകൂടി പണമിടപാടിന് വേണ്ടി വന്ന ഒരു യുവാവ് ഈ അക്കൗണ്ടിൽ പണമില്ല എന്ന് ബാങ്ക് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. 14,000 രൂപ ആവശ്യപ്പെട്ടാണ് ഈ യുവാവ് ബാങ്കിലേക്ക് എത്തുന്നത്. പക്ഷേ അക്കൗണ്ടിൽ 3,000 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് ജീവനക്കാർ അറിയിക്കുകയായിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ചില്ലുകളും കമ്പ്യൂട്ടറുകളും അടിച്ചു തകർത്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികളിലേക്ക് കടക്കാൻ തന്നെയാണ് SBI ബാങ്കിൻ്റെ തീരുമാനം. ഏതായാലും പക്ഷേ അതിനു മുമ്പായി പാലക്കാട് നിന്നും മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അവരെത്തിയതിനു ശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കൂ എന്നാണ് നിലവിൽ ബാങ്ക് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറക്കലാണ്.